ഉക്രൈൻ റഷ്യ യുദ്ധം വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിലേക്കെത്തിയിരിക്കുകയാണ്. വൊളോഡിമർ സെലൻസ്കിയും വ്ളാഡിമിർ പുതിനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈസ്റ്റർ ട്രൂസ് ആണ്. പക്ഷേ ഇത് യഥാർത്ഥ സമാധാനത്തിനുള്ള വഴിയാണോ, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ നീക്കമോ? നമുക്ക് പരിശോധിക്കാം. സെലൻസ്കി എന്താണ് നിർദ്ദേശിച്ചത്? ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ഈസ്റ്റർ സമയത്ത് താൽക്കാലിക ട്രൂസ് നിർദ്ദേശിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് എനർജി ഇൻഫ്രാസ്ട്രക്ചർ ആക്രമണങ്ങൾ നിർത്തുന്നതിന്. അതായത് ഉക്രൈൻ റഷ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ദീർഘദൂര ആക്രമണങ്ങൾ നിർത്തും. റഷ്യ ഉക്രൈന്റെ വൈദ്യുതി സംവിധാനങ്ങളിലേക്കുള്ള ആക്രമണം നിർത്തണം. ഇത് സംഭവിക്കുന്നത് വളരെ നിർണായക സമയത്താണ്. ലോകത്ത് ഇന്ധനവില ഉയരുകയാണ്. ഇരുപക്ഷവും തമ്മിൽ എനർജി സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട ആക്രമണം ശക്തമാണ്. സെലൻസ്കി സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യ രാജ്യങ്ങൾ സംഘർഷം കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് എനർജി മേഖലയിൽ. ഇതെന്തുകൊണ്ട് പ്രധാനമാണ്? ഈ യുദ്ധത്തിൽ എനർജി പ്രധാന യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. റഷ്യ പലതവണ ഉക്രൈന്റെ വൈദ്യുതി നിലയങ്ങളെ ആക്രമിച്ചു. ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ വരെ ആക്രമണം നടത്തി, പ്രത്യേകിച്ച് ഉസ്റ്റ് ലൂഗ പോർട്ട്, ഒരു പ്രധാന എനർജി ഹബ്. ഈ ആക്രമണങ്ങൾ യുദ്ധത്തെ മാത്രം ബാധിക്കുന്നില്ല, ലോകത്തെ എണ്ണവിലയെയും സാമ്പത്തിക സാഹചര്യത്തെയും നേരിട്ട് ബാധിക്കുന്നു. റഷ്യയുടെ പ്രതികരണം. എന്നാൽ മോസ്കോയുടെ പ്രതികരണം വളരെ തണുത്തതായിരുന്നു. ക്രെംലിൻ വക്താവ് ഡിമിട്രി പെസ്കോവ് ഈ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. റഷ്യയ്ക്ക് വ്യക്തമായ പ്രമേയം ലഭിച്ചിട്ടില്ല. താൽക്കാലിക ട്രൂസിനു പകരം അവർക്ക് വേണ്ടത് പൂർണ്ണ സമാധാന കരാർ. അതുമാത്രമല്ല, സെലൻസ്കി നേരിട്ട് സമ്മർദ്ദത്തിലാക്കി. യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കണം, താൽക്കാലിക സീസ് ഫയറല്ല. അദ്ദേഹം മുന്നറിയിപ്പ് നൽകി, ഉക്രൈൻ വൈകുന്നത്രയും സമാധാനത്തിന്റെ വില കൂടുതൽ ഉയരും. ഇത് യാഥാർത്ഥ്യത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇതൊരു ഈസ്റ്റർ ട്രൂസ് വിഷയമല്ല എന്ന് മാത്രം, ഇരുവശത്തിനുമുള്ള വ്യത്യസ്ത ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഉക്രൈൻ താൽക്കാലിക ആശ്വാസം തേടുന്നു, റഷ്യ വലിയ രാഷ്ട്രീയ കരാർ ആവശ്യപ്പെടുന്നു. ഇവിടെയാണ് പ്രശ്നം. ഒരു ട്രൂസ് താൽക്കാലിക നാശം കുറയ്ക്കും, പക്ഷേ യുദ്ധത്തിന്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കില്ല. ഇതെങ്ങനെ ബാധിക്കും? ഈ സാഹചര്യം ഉക്രൈൻ റഷ്യയെ മാത്രമല്ല ബാധിക്കുന്നത്. ഇന്ധനവില ലോകമെമ്പാടും ബാധിക്കുന്നു. ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ ആക്രമണം വിപണിയെ ബാധിക്കുന്നു. ചെറിയൊരു ട്രൂസ് പോലും വില സ്ഥിരപ്പെടുത്താൻ സഹായിക്കും. അതുകൊണ്ടാണ് ലോകം ശ്രദ്ധയോടെ നോക്കുന്നത്. അവസാനമായി, ഇപ്പോൾ ഒരു ഈസ്റ്റർ ട്രൂസ് അനിശ്ചിതമാണ്. ഉക്രൈൻ ചില ഇളവുകൾക്ക് തയ്യാറാണ്. റഷ്യ കൂടുതൽ ആവശ്യപ്പെടുന്നു. ഇരുവരും ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതുവരെ സമാധാനം ഇപ്പോഴും ദൂരെയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈസ്റ്ററിൽ താൽക്കാലിക ട്രൂസ് വേണോ, അല്ലെങ്കിൽ പൂർണ്ണ സമാധാന കരാറാണോ ഏകപരിഹാരം? കമന്റ് ചെയ്യൂ. കൂടുതൽ ഗ്ലോബൽ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.